നല്ല മധുരം കേട്ടോ, അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഷുഗർ പിടിക്കാതിരുന്നാൽ ഭാഗ്യം. എന്താ കഴിക്കുന്നതെന്നല്ലേ? വാ കാണിച്ചു തരാം. ഒരു പാൻ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പീസ് ബട്ടർ ഇട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഈ സാധനമാണ് ബട്ടർ സ്കോച്ച് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇത് തന്നെയാണോ ബട്ടർ സ്കോച്ച് എന്ന് ചോദിച്ചാലും ഞാൻ പറയും എനിക്കറിയത്തില്ല എന്ന്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് ചൂടോടെ തന്നെ ഇതേപോലെ ഒഴിച്ചു വെക്കുക. വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് വാനില എസൻസ്, മുട്ടയുടെ മണം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3, 4, 5 വരണ്ടി പഞ്ചസാര മധുരത്തിനാവശ്യമായത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി വേണ്ടത് പാലാണ്. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടിച്ച് മാറ്റി വെച്ച 2 ബ്രെഡ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സംഭവം മനസ്സിലായില്ലേ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? അതെ, അത് തന്നെയാണ് ബട്ടർ സ്കോച്ച് പുഡിംഗ്. കേൾക്കുമ്പോൾ ഒരു ഗമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്, എന്താ കുഴപ്പം? ഇതേപോലെ ഉണ്ടാക്കി വെച്ച മിക്സ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അടച്ചു വെച്ച് സ്റ്റീം ചെയ്യണം കേട്ടോ. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. സംഭവം ഉണ്ടാക്കിയെടുത്തിട്ട് ഇച്ചിരി നേരമായി. അപ്പം നമ്മുടെ ബട്ടർ സ്കോച്ചൊക്കെ നല്ല പോലെ മെൽറ്റായി മൊത്തത്തിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, മാഷാ അല്ലാ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്ന പുഡിംഗ്.